ഹായ് ഹലോ, ഇത് ഞങ്ങളുടെ ഗവിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഏകദേശം 4:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ അവിടെ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി നേരെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഉള്ളവരെയെല്ലാം നമ്മൾ പരിചയപ്പെടുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ബസ് മാറി നേരെ നമ്മൾ യാത്ര ആരംഭിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഗവിയുടെ എൻട്രൻസിന് തൊട്ട് മുമ്പ് കുറച്ച് പ്രോസസ്സിങ്ങും കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ്. നമ്മുടെ കൂടെ പിന്നെ ഒരു ഗൈഡൊക്കെ കയറി വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുന്നു. ഫോണിന് ഒരു റേഞ്ചും ഇല്ല. അത് കാരണം നമ്മൾ കാടിനെ നല്ലതായിട്ട് അറിഞ്ഞ് ആണ് നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോകുന്തോറും നഗരത്തിൻ്റെ തിരക്കുകളും ശബ്ദങ്ങളും പിന്നിലാക്കി വളഞ്ഞും തിരിഞ്ഞും പോകുന്ന മലമ്പാതകളും മൂടൽമഞ്ഞ് തഴുകുന്ന കുന്നുകളും കാഴ്ച നിറയ്ക്കുന്ന കാടുകളും മനസ്സിനെ ശാന്തമാക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കുറേ മൃഗങ്ങളെയൊക്കെ കാണാം. ആന, മാന്, വിവിധയിനം പക്ഷികളെയൊക്കെ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർ ഫുഡൊക്കെ ഷെയർ ചെയ്ത് നല്ല എൻജോയ്മെൻ്റായി ഒരു ഫാമിലി ട്രിപ്പ് പോലെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് നമുക്ക് അവിടെ കഴിക്കാം. ഇത് നമ്മുടെ പാക്കേജിൽ ഉള്ളതാണ്. നല്ല ഫുഡൊക്കെ നല്ലതാണ്. അവിടെ ഒരു വാഷ്റൂമും അവൈലബിൾ ആണ്. വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുന്നു. ഏകദേശം ഒരു 2:30 ആകുമ്പോഴത്തേക്ക് ഗവി കഴിഞ്ഞ് ഏകദേശം 5-5.5 മണിക്കൂർ നീണ്ട കാടിലൂടെയുള്ള യാത്ര. ഏകദേശം 2:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു, സത്രവും പരുന്തുംപാറയും. എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഒരു ട്രക്കിംഗ് പോലെയാണ് സത്രത്തിന് പോയത്. ഏകദേശം 3 വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. 3ാമത്തെ വ്യൂ പോയിൻറ്റിൽ എത്തുമ്പോഴത്തേക്ക് നല്ല മൂടൽമഞ്ഞും നല്ല നമ്മൾ കേരളത്തിൽ തന്നെ ആണോ എന്ന് അതിശയിച്ച് പോകുന്ന അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ്. അതിനുശേഷം പരുന്തുംപാറ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും മൂടൽമഞ്ഞായിപ്പോയി. ഞങ്ങൾക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല. ഇന്നലെ അവിടെ കുറേ നേരമൊക്കെ നിന്ന് 7:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് വീണ്ടും തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. വീണ്ടും പത്തനംതിട്ട വന്ന് ബസ് മാറി കയറി വീണ്ടും കൊട്ടാരക്കര എത്തുന്നു. വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മണിക്കുള്ളിൽ നമ്മൾ വീട്ടിലെത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കും. താങ്ക് യു.